കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡ് സ്വീകരിച്ചതിൽ പാർശ്വഫലങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന വെളിപ്പെടുത്തലിൽ കേന്ദ്രത്തെ വിമർശിക്കുകയാണ് പ്രതിപക്ഷം. ഇതാണോ മോദിയുടെ ഉറപ്പെന്ന് ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ചോദിക്കുന്നു. ഗുണനിലവാരമില്ലാത്ത വാക്സിന് BJP കമ്മീഷൻ വാങ്ങിയെന്നും സമാജ്വാദി പാർട്ടിയുടെ ആരോപണമുണ്ട്. ഹൃദയാഘാതം മൂലം ആളുകൾ മരിക്കുന്നതിന് ആരാണ് ഉത്തരവാദിയെന്ന് RJDയും ചോദിച്ചു. നിതിൻ അംബുജ നൽകും ഡൽഹിയിൽ നിന്നും അതിന്റെ വിവരങ്ങൾ. നിതിൻ, അപ്പോൾ ഈ വിഷയം കോവിഷീൽഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അത് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം BJPക്കെതിരെ. എന്താണ് വിമർശനങ്ങളുടെ ഒരു കാതൽ? കോവിഷീൽഡുമായി ബന്ധപ്പെട്ട പുറത്തുവന്ന റിപ്പോർട്ട് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ആശങ്കയുടെ അടിസ്ഥാനവും അതുതന്നെയാണ്. കാരണം പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആശങ്കകൾ ഉയരുന്നുണ്ട്. മാത്രമല്ല, നമുക്കറിയാം വാക്സിൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പല തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പ്രധാനമന്ത്രി നേരത്തെ ഉന്നയിച്ചിരുന്നു. കാരണം വാക്സിൻ പല രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് വാക്സിൻ എത്തിക്കാൻ കഴിയുന്നത് ഒരു രാഷ്ട്രീയ നേട്ടമായി തന്നെയാണ് BJP അടക്കം ഉയർത്തിയത്. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ കോവിഷീൽഡുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ വന്നത്. അതിൽ വലിയ ആശങ്ക സൃഷ്ടിച്ച പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. ഇതാണോ മോദിയുടെ ഗ്യാരണ്ടി എന്ന ഒരു ചോദ്യമാണ് UP കോൺഗ്രസ് അധ്യക്ഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ഹൃദയാഘാതം മൂലം പലരും മരിക്കുന്നത് ഇത്തരത്തിലൊരു കാരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് RJDയും ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ വ്യാജ മരുന്നുകളും അതോടൊപ്പം തന്നെ വാക്സിനുകളെല്ലാം തന്നെ വാങ്ങിക്കൂട്ടുന്നത് BJP കമ്മീഷൻ അടിക്കാൻ വേണ്ടിയാണെന്നൊരു രൂക്ഷ വിമർശനമാണ് സമാജ്വാദി പാർട്ടി ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇത്തരത്തിൽ ഈ കോവിഷീൽഡുമായി ബന്ധപ്പെട്ട് പുറത്തുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശനമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും BJP ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് റാലി ഇപ്പോൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ അടക്കം പ്രതികരണം ഇനിയുള്ള ദിവസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം പല തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും വാക്സിൻ സംബന്ധിച്ചൊരു രാഷ്ട്രീയ നേട്ടമായി തന്നെ പ്രധാനമന്ത്രി തന്നെ ഉയർത്തിക്കാട്ടിയ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ വിവാദങ്ങളിൽ എന്താകും BJPയുടെ പ്രതികരണം, പ്രധാനമന്ത്രിയുടെ പ്രതികരണം എന്നത് ഉറ്റുനോക്കുകയാണ് പ്രതിപക്ഷവും. ശരി, നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.